വണക്കം ഗായ്സ്, വെൽക്കം ബാക്ക് ഗായ്സ്. നമ്മൾ ഇന്ന് എന്താ പരിപാടി? മഞ്ഞ അടിച്ചോ, അതാ രസം. ഇങ്ങനെ ലൈറ്റ് പറ എന്താ പരിപാടി ചെയ്യാ? നമുക്കിന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്ത് തുടങ്ങാം. എല്ലാവരും തുടങ്ങാം. സമയം ഇപ്പൊ തന്നെ 3 മണി ആവാറായി. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഒപ്പിക്കണം. ഞങ്ങൾ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് അത് നമുക്ക് ഗ്രില്ലടിക്കാം ഗായ്സ്. അപ്പല്ലേ ഞങ്ങൾ ഗായ്സ് വിളി കുറക്കണം. നമ്മളെ കൂട്ടത്തുള്ള ആൽബിൻ എന്താ പറയാ, മച്ചാമാരെ അല്ലെങ്കിൽ അവനെന്താ വേണ്ട തൃശ്ശൂർ അപ്പൊ ഗായ്സ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കാം. അവൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതിന് വരും എന്ന് പറഞ്ഞാൽ അവൻ തിന്നിട്ട് വെട്ടി കെട്ടിട്ടേ വരും. സായിനെ വിളിച്ചു നോക്കാം ഗായ്സ്. ഇല്ല ഗായ്സ്, ഫോൺ എടുക്കില്ല ഗായ്സ്. ഞങ്ങൾ അതിനെ പോയി മേടിക്കേണ്ടി വരും ഗൈസ്. ഇവിടെ കുറുന്തോടിയെ നടന്നു പോകാനുള്ള കഷ്ടപ്പാടുകൊണ്ടാണ് വടകരയിൽ നിന്ന് ഒരുത്തിനെ പിടിച്ചു വരുത്തുന്നത്. ഫോൺ എടുക്കുമായിരിക്കും എന്ന് ശുഭപ്രതീക്ഷയിൽ വിളിച്ചു നോക്കണം. ഹലോ, എടുത്തു ഗൈസ്. നീ എവിടാ? ഞങ്ങൾക്ക് കഷ്ടകാലം കൂടെ ഉണ്ട് എന്ത് ഏതേലും രീതിക്ക്. ലാസ്റ്റ് വീഡിയോ വൈഫൈ കൂടിയില്ല ഗൈസ്. അത്ര പൈസ കൊടുത്ത് റീചാർജ് ചെയ്ത് വൈഫൈ കൂടി നേരെ ചെയ്യില്ല. അപ്പൊ മച്ചാമാരെ ഈ ഗായ്സ് എന്ന് പറഞ്ഞ വിളി നമ്മൾ നിർത്താൻ വടകര ചിക്കന് 200 rupees ആണ്. അപ്പൊ നമ്മളെല്ലാരും സ്പിറ്റ് ഇട്ടിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അവനൊരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പൊ നമ്മൾ സജനെ വിളിച്ചിട്ട് ഗ്രില്ല് സെറ്റ് ആക്കിയിട്ടുണ്ട്. സ്മിതച്ചിനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ചിരട്ടകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി ഇന്ന് നമ്മൾ ഒരു പൊളിക്കും. ഇന്ന് റെസിപ്പിക്കൊക്കെ ആൽബിന്റെ വക റെസിപ്പിയാണ്. ജിഷ്ടുവാണ് കുക്ക് ചെയ്യണത്. എല്ലാം സെറ്റ് ആക്കും. നമ്മളുണ്ട് കഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയും. നമ്മൾ സജലെത്തിയിരിക്കുന്നു ഗൈസ്. ഗ്രില്ലും കൊണ്ട് സജലെത്തിയിട്ടുണ്ട്. നമുക്ക് സജലെ കാണാൻ പോകാം. സജല വന്നിരിക്കുന്നു ഗൈസ്. ഗ്രില്ലും കൊണ്ട് ഒളിച്ചിരുന്നു ഗൈസ്. അതില് സജലിന് വീഡിയോ കാണിക്കാൻ ഇഷ്ടമല്ല. മതില് പൊളിഞ്ഞു വീട് കഴിച്ചു ഇന്നത്തെ മഴയില്. അപ്പൊ നമുക്ക് ഗ്രില്ലുള്ള അടുപ്പ് സെറ്റ് ആയിട്ടുണ്ട്. വാ വന്നിട്ട് പൊട്ടിക്കാനാ ചെമ്പൊന്ന് പൊട്ടിക്കുന്ന സെറ്റ് ആവും. ഉമ്മനെ പൊട്ടിച്ച അടുത്ത വരും. സ്കില്ല് തന്നെ പണ്ട് കരാട്ടെ പ്ലെയർ. നമുക്ക് നമ്മളെ ഫുഡുകാരെ ജയിച്ച് കുറച്ച് ഗ്രില്ലുണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചിരട്ടകൾ നിൽക്കും. കുറച്ച് ചേച്ചി ഇന്നലെ നമുക്ക് ഇന്ന് പുട്ടായിരുന്നു അതിന്റെ തേങ്ങ അറിഞ്ഞല്ലേ. അല്ല അകത്ത് തൊണ്ടുണ്ട്. അല്ല കുറെ പേപ്പർ അകത്ത് തൊണ്ടുണ്ട്. ചൂടായിക്കോട്ടു. ചിരട്ട നനവുള്ള ചിരട്ടാണ്. കൊണ്ട് മസാല ചെയ്യില്ല. ചിക്കൻ അവിടെ ചിക്കൻ ഇല്ല. ചിക്കൻ മസാല പിടിപ്പിച്ചിട്ടില്ല. തീ ഇടുക ഇവിടെ. ചിരട്ട നനഞ്ഞത് പറഞ്ഞില്ലാടാ. ഒരു അക്കൗണ്ടിനും കൂടെ വീഡിയോ തിങ്കളാഴ്ച ഹൗസ് ഫാം എല്ലാരും ക്ഷണിച്ചിരിക്കുന്നു ഗൈസ്. എല്ലാരും ഗണപതി ഹോമം കഴിഞ്ഞു. ഗണപതി ഹോമം ഞാൻ നടത്തുന്നു. ഇങ്ങോട്ട് മറ്റേ പൊടിയില്ല പറഞ്ഞ കറുത്തു കരി പിടി. ചിക്കനും വന്നു ഗായ്സ്. നമ്മൾ ചിക്കൻ ഗ്രില്ലിന്റെ ആദ്യ ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇങ്ങോട്ട് ഗായ്സ്. തീയിട്ട് ചിരട്ട എല്ലാത്തിനും കത്തിക്കാൻ പോകുന്നു. ചിരട്ട കത്തിപ്പട നമ്മള്
തീരെ കാര്യം സജലും ആൽബി നോക്കും. അപ്പോൾ നമുക്ക് ചിക്കൻ കഴുകാനുള്ള അടുത്ത സ്റ്റെപ്പ് ചിക്കൻ കഴുകണം, പിന്നെ മസാല ഇടണം. ഇല്ലെങ്കിൽ കുറേ പരിപാടി ഉണ്ട്, അതൊക്കെ നമുക്ക് പോയി ചെയ്യാം. നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പൊ? ആൽബിൻ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? തേങ്ങ തീ പിടിപ്പിക്കാൻ പോവാണ്. നമുക്ക് അടുത്ത് ചിക്കൻ കഴിക്കാൻ പോവാണ്. നമ്മള് അൽഫാമിന് വേണ്ടി പീസായി ചിക്കൻ വേണ്ട, നെയ്യ് കളഞ്ഞോ? അപ്പൊ ചിരട്ട കത്തിരിക്കും. ഒരു ചിരട്ട നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ചിരട്ട ഞങ്ങള് കത്തിച്ചു. ഇനി അടുത്ത പരിപാടി ബാക്കി ചിരട്ട വിഷ്ണുവിന്റെ കണ്ണുണ്ടല്ലേ, ഞാൻ എടുത്തരും. ആൽബിന് കണ്ണാടി വേണമെന്ന് പറഞ്ഞു. കണ്ണിൽ പൊടി അടിച്ചിട്ട് നമുക്ക് ഇവിടെ കണ്ണാടി സെർച്ച് ചെയ്യാം. സ്വിച്ച് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മള് കണ്ണാടി ഓക്കെ കണ്ണാടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് കൊടുക്കാം. ഇതാ മോനെ കണ്ണാടി, ഇതാ. നമ്മളെ ഈ റെഡി ആയിട്ടുണ്ട്. അടുത്ത് ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിനി മസാല പെരട്ടാനുള്ള പരിപാടി പോകാം. പാത്രമൊക്കെ എടുത്ത് മസാല കഴുകാനുള്ള പരിപാടിയാണ് ഗൈസ്. നമ്മൾ ചിക്കൻ കാണിക്കരുത്, തിരക്കണ കൂടിയാണ്. ഇവിടെ മറ്റേ അരക്കുന്ന സാധനം ഉണ്ടോ? ഉണ്ടാ, എന്നാ അതിന്റെ കാര്യം ചെയ്യും. അതുണ്ടാ, എന്നാ പിന്നെ എന്ത് സീന്? നമ്മളെന്നാ മറ്റേ സാധനം ആക്കും. നമ്മൾ മസാലയൊക്കെ കൂട്ടി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ചിക്കൻ മസാല, സാധനില്ലേ അതിന്റെ മേലെ എല്ലാം കൂടെ ചതക്ക് ഇങ്ങനെ ഞാനും ട്രൈ ചെയ്തോട്ടെ. കരയല്ലേ നീ? തീ പിടിച്ചു നാടൻ മസാല. അത് നമ്മൾ തൈര് ഒഴിക്കാൻ പോകുന്നു. ഇത്ര മതിയോ? ഞാൻ പറയട്ടെ, ഉപ്പിട്ടിട്ട് കലക്കിപ്പായിരുന്നോ? നമ്മളിപ്പോ ചിക്കനിൽ മസാല ഇട്ട് ഗൈസ്. നേരെ മരിച്ചങ്ങ് നോക്കാം. ഇതിങ്ങനല്ലേ അടുത്തേ നോക്കാം. കുറച്ചും കൂടെ ചിരട്ട വേണ്ടി വരും തോന്നണം. മറച്ചു കഴിഞ്ഞപ്പോ നമുക്കില്ല ആടെ വീട്ടിൽ പോയി ചേട്ട ഇട്ടോ. അല്ല ഇത് മതിയോ? ഫുള്ള് പരിപാടിക്ക് ചേട്ടനെ കൊണ്ടുവരില്ല. എല്ലാവർക്കും ഗൈസ് മസാല അവര് ചുണ്ട കയറിയുണ്ട്. ബ്രഷിൽ എന്താ ചെയ്യേണ്ടത് അറിയാവോ? ഒരു തുണിക്കഷ്ണം കിട്ടോ, അതിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ആയി കിട്ടാം. അല്ലെങ്കിൽ മറ്റേ ഈ വാഴേന്റെ മറ്റേ സാധനം ഉണ്ടാവില്ലേ, വാഴത്തണ്ട്, അത് മതി. എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ നമ്മളെ ചിക്കൻ ഗ്രില്ലിൽ വെക്കാൻ പോണു ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ എല്ലാ പരിപാടിയും നമ്മൾ അടുപ്പത്ത് വെച്ച് ഗ്രില്ല് നമ്മള്
ടു സെഡ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചിക്കൻ ക്ലീൻ ചെയ്തു, അടുപ്പ് വെച്ചു, അടുപ്പ് കുറച്ച് കഷ്ടപ്പെട്ട്, കാരണം മഴ സമയമാണ്. അപ്പൊ അതിനൊന്ന് ചിരട്ടൊക്കെ എല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ എങ്ങനെ ആൽബിൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്, ആൽബിൻ സജനും കൂടി. ഇപ്പൊ ചിക്കന്റെ മസാല ഇട്ട് ഒരു മണിക്കൂർ നമ്മൾ മാക്സിമം വെച്ചു തോന്നുന്നു ഗൈസ്. 1 മണിക്കൂർ നല്ല നല്ല സ്മെല്ലൊക്കെ വന്ന് മസാലയെന്ന്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് ഗ്രില്ല വെച്ച് ഇപ്പോൾ വെച്ചേ ഉള്ളൂ. നമുക്ക് ഒരു 10 മിനിറ്റ് പോലെ അല്ല കൈ എത്ര വേണം? അത് നമുക്ക് വേവിനനുസരിച്ച് മാറ്റിയിടാം. അതങ്ങനെ മാറ്റി നമ്മൾ വെയിറ്റ് ചെയ്ത് ഗൈസ്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രില്ല് വരും. നമ്മളിപ്പോ ഒരു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് എണ്ണയൊക്കെ ഫ്രഷ് ചെയ്ത് കൊടുക്കണേണ്. ഫ്രഷ് ഒന്നും കിട്ടിയില്ല ഗൈസ്. അപ്പൊ നമ്മള് വാഴയുടെ തണ്ടൊക്കെ മുറിച്ച് നാച്ചുറൽ എല്ലാം നമ്മൾ നാച്ചുറൽ നല്ല സ്മെല്ല് വരുന്നുണ്ട്. മസാല എല്ലാം നല്ല നമ്മളെ കടയിലെ സ്മോക്കി ഫ്ലേവർ ഉണ്ടല്ലോ, അത് നല്ലപോലെ മസാല കുറച്ച് നമ്മൾ തേച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ പ്ലേറ്റ് കഴിയുകയാണ്. ചിക്കൻ എല്ലാം ഇതാക്കി വെക്കാൻ വേണ്ടിട്ട് നന്നായി നല്ല സോപ്പെല്ലാം ഇട്ടിട്ട് കഴുകിയെടുക്കണം. ഗ്രില്ല് ആയിട്ടുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെ ഉണ്ട്. ആരും ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല കരിഞ്ഞ മണമുണ്ട്. ഇവനെ നമ്മൾ പുറത്താക്കാൻ പോകുന്നു ഗൈസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ചിക്കൻ ടേസ്റ്റ് ചെയ്തൊക്കെയാണ്. സായി ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സെറ്റ് ഫ്ലേവർ ഒക്കെ എങ്ങനെയുണ്ട്? ലാസ്റ്റ് ഗൈസ് നമ്മൾ ഗ്രില്ല് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അത് കഴിച്ചു നോക്കിയാൽ മാത്രം മതി. നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്പോൺസർ നമ്മുടെ ഫുഡിന്റെ റിവ്യൂ നമുക്ക് എല്ലാവരും ചോദിക്കാം. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അടിപൊളിയാണ്. സജിൽ എങ്ങനെയുണ്ട്? സജിൽ നമ്മൾ വിചാരിച്ചാൽ ഗംഭീരായില്ലേ? മസാല ഒക്കെ എല്ലാം സായി കറക്റ്റ് വീട്ടിൽ നിന്ന് വാരിക്കൊണ്ടുള്ള മസാല എല്ലാം കറക്റ്റ് പാകത്തിന് കൊണ്ടുവരും. അഭിപ്രായം പറ. നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിഷമോണ്ട് കഴിക്കുമ്പോൾ വൈകിട്ടാണ്. അപ്പൊ ഗൈസ് നമ്മളിന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു ഗൈസ്. നമ്മളെ ഇന്നത്തെ വ്ളോഗ് അതിഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുന്നു ഗൈസ്. നമ്മളെ പ്ലാൻ എല്ലാം വർക്ക് ആയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി അടുത്ത വ്ളോഗ് വരെ ബൈ ബൈ ടാറ്റാ. മോനെ വീഡിയോ ഇറങ്ങുവാണ് നമ്മുടെ ഏതാ 3 4 3 7 അയ്യോ 5 4 2 1 ലെറ്റ്സ് ഗോ. ആയിട്ടില്ല. ഇതെന്താ ഇങ്ങനെ? 3 ഇത് തീരണം. യൂട്യൂബ് വരെ പറ്റിക്കണം. അയ്യോ